അപ്പോൾ ഹീറോക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തല മുട്ടിയപ്പോൾ ഇങ്ങനെ വേദനിക്കും. ഹീറോ പറഞ്ഞു, എൻ്റെ തല വേദനിക്കും, ഞാൻ പോയി ടെക്സ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ഹീറോ പറഞ്ഞു, ഞാൻ നിൽക്കും ഞാൻ നിൻ്റെ ഒരു മിനിറ്റിനൊക്കെ എടുത്താൽ. അപ്പോൾ ഹീറോ പോയിട്ട് ഹീറോനെ കിടത്തിയപ്പോൾ ഹീറോ കിടന്നപ്പോൾ ഉറക്കം വന്നപ്പോൾ ഉറങ്ങി. അപ്പോൾ ഹീറോ പോയി. അപ്പോൾ ഹീറോക്ക് ഒരു സ്വപ്നം കണ്ടു. ആ 2 ലവ് ഫെയറി ഇങ്ങനെ അടിപിടി കൂടുകയായിരുന്നു. ഒരു ലവ് ഫെയറി പറഞ്ഞു, എനിക്കിത് വേണം. അപ്പോൾ ഗോഡ് പറയുക, ഇതാർക്കുമല്ല, ഇത് മനുഷ്യന്മാർക്ക് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് നിങ്ങൾക്കല്ല ഇത് വേണ്ടി, ഇത് ഞാൻ 2 ആൾക്ക് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ലവ് ഫെയറി ആണും പെണ്ണും വന്ന് നോക്കി, ഇതാരാണ് കാണിക്കും എനിക്കും. അപ്പം 2 ആൾ കണ്ടപ്പോൾ ഹീറോ ആണത്. നല്ല 2 മോതിരം ആണത്. അടിപൊളി കൂടി. പിന്നെ ഹീറോ ഞെട്ടിയണിച്ചു ആ സ്വപ്നം കണ്ട്. ഹീറോയ്ക്ക് ജസ്റ്റ് ഹീറോനെ ഒരു നല്ല പാവമായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു ജസ്റ്റ്. അപ്പോൾ ഹീറോ അവിടെ ഇതെന്താണ് ഇങ്ങനെ എനിക്ക് സ്വപ്നം കാണുന്നത്, ഇതാ ഹീറോ ഞങ്ങളുണ്ടാണല്ലോ ഇത് ഒരുമിക്കുന്നത് കണ്ടത്. അപ്പോൾ ഹീറോയി ഇങ്ങനെ പുറത്ത് വന്നു. ഹീറോ വന്നു, എനിക്കിപ്പോൾ വേദന കുറഞ്ഞു, നമുക്കെന്തോ ഒന്നും. അപ്പോൾ ഹീറോ പറയാൻ വരും. ഇങ്ങനെ ഹീറോയിൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ഇതാ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആരാ? ആ ചെറുക്കൻ. അപ്പോൾ ഹീറോയിൻ്റെ അമ്മക്ക് ആ ചെറുക്കനെ ഹീറോയിൻ്റെ കെട്ടിച്ച് കഴിക്കാനാണ് ആഗ്രഹം. അപ്പോൾ ഹീറോ പറയും, എനിക്ക് മാത്രം ഇഷ്ടമില്ല, അവൻക്കിഷ്ടമാണ്, എനിക്കൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഹീറോ കണ്ടിരുന്നു. ഹീറോ എനിക്ക് കുറച്ച് ഒരാൾ ഇഷ്ടമാണ്. അപ്പോൾ ഹീറോ ജസ്റ്റ് ബേജാറാക്കി ഇങ്ങനെ പോയി. അപ്പോൾ ഹീറോയി വരുമ്പോൾ കിടന്നതാക്കി. അപ്പോൾ ഹീറോ പറഞ്ഞു, ലഞ്ച് കഴിക്കാൻ വരൂ ഹീറോ ജിമിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ, എൻ്റെ പേര് എന്താണ്? ജിമിൻ. എനിക്ക് മറന്നു തന്നെ പോയി, എനിക്കെന്തോ ഒരു മറക്കുന്നു. അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞ ഒരാളില്ലേ, ആ ആൾ ഇവിടെ വന്ന് പറഞ്ഞു, എനിക്ക് ഈ സ്ഥലം വേണം. അപ്പോൾ ഹീറോ പറഞ്ഞു, ഇത് നിങ്ങളുടെ സ്ഥലമല്ലല്ലോ, ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ. അപ്പോൾ എൻ്റെ അങ്കിളുടെ സ്ഥലമാണിത്, നിങ്ങളുടെ റെസ്റ്റോറൻ്റ് അല്ല ഇത്. അപ്പോൾ ഹീറോ പറഞ്ഞു, ഇത് ഇവളുടെ അങ്കിളുടെ ആണോ? അപ്പോൾ ഹീറോ പറഞ്ഞു, ഉണ്ടരുത്, ഇവിടെ ഇത് പ്രശ്നമാണ്. അപ്പോൾ ആ ചെറുക്കൻ പറഞ്ഞു, ഇത് അവരുതല്ലേ. അവർ പറഞ്ഞു, എന്താ ഞങ്ങളെ സ്ഥലമല്ല, എന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ കാശ് വേണം. കാശ് നമ്മൾ തരാം അമ്മയെല്ലാം പറഞ്ഞു. ഇപ്പോൾ കാശില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തരാം. അപ്പോൾ അവർ പറഞ്ഞു, വേണം, ഈ കാശെല്ലാം വേണം. അപ്പോൾ ഹീറോ പറഞ്ഞു, ഒരു ഡോൾഫിൻ ഐലാൻഡ് ഉണ്ട്, അവിടേക്ക് പോയി ഇതാക്കിയാൽ നമ്മളെ ആഗ്രഹമെല്ലാം സാധ്യമാവും. അപ്പോൾ ഹീറോയി എല്ലാവരും പോയി. അപ്പോൾ അവർ വന്ന് പറയും, വേഗം എത്ര പെട്ടെന്ന് കാശ് വേണം, നിങ്ങളതല്ലല്ലോ പറയാൻ. അപ്പോൾ ഹീറോയി പറയരുത് അങ്കിൾ, വേഗം ഞങ്ങൾ പോകാം, അല്ലെങ്കിൽ ഈ നാട്ടിലത്തെ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ പോകും, നിങ്ങൾ ഇങ്ങനെ പറയരുത്, വേഗം. അപ്പോൾ ഹീറോയിൻ്റെ ഒരു മാജിക് റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹീറോയിനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോയി ഡോൾഫിൻ ലാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ റിങ് എനിക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്രമേ ഞാൻ കിട്ടൂ. അപ്പോൾ ഹീറോയ്ക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ആൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ പ്രപ്പോസാക്കി ഈ റിങ് എടുത്തു. അപ്പോൾ ഹീറോയി അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഹീറോയ്ക്ക് ഇട്ടു. അപ്പോൾ ഹീറോയി പറഞ്ഞു, ഇതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഹീറോ പറഞ്ഞു, മാജിക് റിങ് ആണത്,
അതാർക്കും അങ്ങനെയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അത് ഒരു റിങ്ങാണ്, അത്രയും പ്രത്യേകതയുള്ള റിങ്. അതാർക്കും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാൻ പറ്റത്തില്ല. ഹീറോയിൻ പറഞ്ഞു അതെന്താ അങ്ങനെ, അത് മാജിക് റിങ് ആയതിൻ്റെ കൂടെ. അപ്പോൾ ഹീറോക്ക് ഡോൾഫിനെ കണ്ടില്ല. അപ്പോൾ ഹീറോ എന്താ ഇങ്ങനെ ഡോൾഫിൻ കാണാത്ത. പിന്നെ ഒരു പ്രാവശ്യം അവർ പറഞ്ഞു കാശ് കിട്ടുന്നില്ല, കാശില്ല, എന്ത് ചെയ്യാനാ, കാശെല്ലാം കഴിഞ്ഞു, ഇനിയും കുറച്ച് 1 ലക്ഷം 2 ലക്ഷം വേണമല്ലോ, അതിലാണ് ഇത്ര കാശുള്ളത്. അപ്പോൾ ആഗ്രഹം ലാൻഡിൽ പോയിരുന്നു, അതും നടന്നില്ല, ഇനി എന്ത് ചെയ്യാനാ, ആ ഡോൾഫിനൊന്നും കാണുന്നില്ല. ഇത് സത്യമാണ്, ഞാൻ പറഞ്ഞ സത്യം. അവർ പറഞ്ഞു ഇങ്ങനെയൊന്നും പറ്റത്തില്ല, നിങ്ങൾ കളവ് പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഇത്ര കളവ്, നമുക്ക് ഈ സ്ഥലം വേണം പറഞ്ഞാൽ വേണം. അപ്പോൾ ഹീറോയ്ക്ക് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ, ഞാൻ എൻ്റെ കാശുള്ള ഞാനെല്ലാം കൊടുത്തല്ലോ, ഞങ്ങൾ എന്നെ പട്ടിണിക്ക് നിങ്ങൾ എടുത്തിട്ട് ഇത്ര കാശെല്ലാം ചിലവാക്കി, എന്നും ഒരു കാര്യമില്ല, എന്നും കാശ് വേണം പറഞ്ഞു. അപ്പോൾ ഹീറോ പോയി ഹീറോൻ്റെ വീട്ടിലേക്ക്. അവൻ ഒരാളാണ്, ആ വില്ലനെ ഹീറോയ്ക്ക് അറിയാം. അപ്പോൾ ഹീറോ ഇങ്ങനെ പോകുമ്പോൾ കാറിൽ ഹീറോ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഹീറോക്ക് രണ്ടാൾക്കും ആക്സിഡൻ്റ് ആയി, ചെറിയ ഹീറോയ്ക്ക് ജസ്റ്റ് കൊണ്ടിരുന്നു, ഹീറോക്ക് നല്ല കൊണ്ടിരുന്നു. അപ്പോൾ ഹീറോക്ക് ബോധം വന്നു. ഹീറോയി ബോധം ഇതാക്കി എനിക്കും അവരെ കണ്ടു. നിങ്ങളാണല്ലോ, നിങ്ങൾ എൻ്റെ അമ്മയാണല്ലേ, ഇതാരാണ് ഈ പെൺകുട്ടി. അപ്പോൾ ഹീറോയിനെ അങ്ങനെ പറയും. ഹീറോയി പോയി അതെന്തിനാണ് ജിമ്മിൻ ഇങ്ങനെ ആക്കുന്നത്, ജിമ്മിൻ്റെ അമ്മയെ ആ പെൺകുട്ടി മറിഞ്ഞു. പിന്നെ ഹീറോയ്ക്ക് മനസ്സിലായി, ഹീറോക്ക് ഓർമ്മ വന്നു ഹീറോയിനെ. പിന്നെ ഹീറോക്ക് ഓർമ്മ വന്നപ്പോൾ ഹാപ്പി എൻഡിങ് ആയി.